കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കെമിസ്ട്രിയിലെ ആദ്യ ചാപ്റ്ററായിട്ടുള്ള പീരിയോഡ് ടേബിൾ ഇലക്ട്രോൺ വിന്യാസവും എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാഠത്തിലെ പ്രധാന കണ്ടന്റ് പീരിയോഡ് ടേബിൾ എന്താണെന്നും ഓരോ മൂലകത്തിന്റെയും ഇലക്ട്രോൺ വിന്യാസം എന്താണെന്നും തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ 8 ലും 9 ലും പഠിച്ചതിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. പീരിയോഡ് ടേബിൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങൾ 118 മൂലകങ്ങളെ ഗ്രൂപ്പുകളെന്നും പീരീഡുകളെന്നും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടേബിളാണ് പീരിയോഡിക് ടേബിൾ. ഈ മൂലകങ്ങൾ പരിശോധിച്ചാൽ അവയ്ക്കുള്ള ന്യൂക്ലിയസ് കാണപ്പെടുന്നു. ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. ഈ ഷെല്ലുകളിൽ നമുക്ക് ഇലക്ട്രോണുകൾ കാണാം. ഈ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ ഷെല്ലിലും ഇലക്ട്രോൺ കാണപ്പെടുന്ന സ്ഥലങ്ങളെയാണ് സബ് ഷെല്ലുകൾ എന്നറിയപ്പെടുക. ഈ ഓരോ സബ് ഷെല്ലിലും ഇലക്ട്രോണുകൾ ന്യൂക്ലിയസ് ചുറ്റും സഞ്ചരിക്കുന്നു. ഈ സബ് ഷെല്ലുകളെ S, P, D, F എന്നിങ്ങനെ പേര് നൽകിയിട്ടുണ്ട്. ഈ ഓരോ സബ് ഷെല്ലിലും കാണപ്പെടുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എസിനകത്ത് 2 ഇലക്ട്രോണുകളും, പിയിൽ 6 ഇലക്ട്രോണുകളും, ഡിയിൽ 10 ഇലക്ട്രോണുകളും, എഫിൽ 14 ഇലക്ട്രോണുകൾ കാണപ്പെടുക. ഈ പറയുന്ന സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഈ എണ്ണത്തിന്റെ ക്രമത്തിൽ തന്നെയായിരിക്കും ഓരോ ആറ്റത്തിനകത്തും ഇലക്ട്രോണുകൾ കാണപ്പെടുക. ഉദാഹരണമായിട്ട് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇലക്ട്രോണേ കാണപ്പെടുന്നുള്ളൂ. ആ ഇലക്ട്രോൺ കാണപ്പെടുന്നത് ഒന്നാമത്തെ എസ് സബ് ഷെല്ലിലായിരിക്കും, അതായത് 1s എന്ന് പറയുന്ന സബ് ഷെല്ലിലായിരിക്കും. രണ്ടാമത്തെ മൂലകമായ ഹീലിയം പരിശോധിച്ചാൽ ഹീലിയത്തിന് 2 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. ഈ 2 ഇലക്ട്രോൺ കാണപ്പെടുന്നത് ഒന്നാമത്തെ സബ് ഷെല്ലിൽ തന്നെയാണ്. കാരണം എസിനുള്ളിൽ 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് തന്നെ 2 ഇലക്ട്രോൺ ഫില്ലാവുന്നത് 1s തന്നെയായിരിക്കും. മൂന്നാമത്തെ എലമെന്റിലേക്ക് പോവുകയാണെങ്കിൽ മൂന്നാമത്തെ മൂലകം ലിഥിയത്തിൽ 3 ഇലക്ട്രോണുകൾ കാണപ്പെടും. ഈ 3 ഇലക്ട്രോണുകൾ 2 ഇലക്ട്രോണുകൾ 1sനുള്ളിലും അടുത്ത മൂന്നാമത്തെ ഇലക്ട്രോൺ 2sലേക്ക് പോകുന്നു. ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു? S,P,D,F എന്ന ക്രമത്തിലായിരിക്കും ഇലക്ട്രോൺ ഫിൽ ചെയ്യപ്പെടുക. അതായത് 1s, അത് കഴിഞ്ഞാൽ 2s, 2p, 3s, 3p. ഈ ക്രമത്തിൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകൾ നിറയുന്നു. ഈ ക്രമത്തിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 3p കഴിഞ്ഞാൽ അടുത്ത വരുന്ന സബ് ഷെല്ല് 3d ആണെങ്കിലും അതിനകത്തേക്ക് ഇലക്ട്രോൺ പോകുന്നതിന് മുൻപായിട്ട് 4sലേക്ക് ആണ് ഇലക്ട്രോണുകൾ നിറയുക. അതിന് കാരണം 4s എന്ന് പറയുന്ന സബ് ഷെല്ലിന് 3dയെ കാട്ടിയും ഊർജ്ജം കുറവാണ്. ബോർ മാതൃക പ്രകാരം എപ്പോഴും ഊർജ്ജത്തിന്റെ ക്രമത്തിൽ ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിലായിരിക്കും ഇലക്ട്രോൺ ഫില്ലാവുക. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, 3p കഴിഞ്ഞാൽ 3dയിലല്ല 4sലേക്കായിരിക്കും ഇലക്ട്രോൺ നിറയുക. ഉദാഹരണമായി നമുക്ക് സോഡിയം നോക്കാം. സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അവിടെ സബ് ഷെൽ വരുന്നത് ആദ്യം 1s ആയിരിക്കും, അടുത്തത് 2s ആയിരിക്കും, അടുത്തത് 2p ആയിരിക്കും. ഈ ക്രമത്തിൽ സബ് ഷെല്ലുകൾ കാണപ്പെടുന്നു. ഈ സബ് ഷെല്ലുകളിലേക്ക് ഇലക്ട്രോൺ വരുന്നു. എസിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോൺ 2 ആണ്. ഇവിടത്തെയും എസിൽ 2 ആയിരിക്കും. പിയിൽ 6 ഇലക്ട്രോൺ വരുന്നു. ഇപ്പൊ 10 ഇലക്ട്രോണുകൾ ആയിട്ടുണ്ട്. സോഡിയത്തിന് ബാക്കി വരുന്ന ഒരു ഇലക്ട്രോൺ അടുത്ത സബ് ഷെല്ലിലേക്ക് പോകുന്നു, അതായത് 3s1ലേക്ക് പോകുന്നു. ഇതായിരിക്കും സബ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ വരുന്ന ക്രമം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നേരത്തെ പറഞ്ഞത്. ഡിയിലേക്ക് വരുന്ന സമയത്ത് 3p കഴിഞ്ഞാൽ 3s കഴിഞ്ഞാൽ അടുത്ത 3p ആയിരിക്കും. അത് കഴിഞ്ഞാൽ കാണുന്ന സബ് ഷെല്ല് 3d ആണെങ്കിലും 3dയിലേക്ക് ഇലക്ട്രോൺ വരുന്നില്ല. പകരം ആ ഇലക്ട്രോൺ പോകുന്നത് 4sലേക്കായിരിക്കും. 4s നിറഞ്ഞ ശേഷമേ 3dയിലേക്ക് ഇലക്ട്രോൺ വരുന്നുള്ളൂ. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് അയൺ നോക്കാം. Fe അയൺ നോക്കുന്ന സമയത്ത് അതിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. 26 ഇലക്ട്രോണുകളുള്ള മൂലകമാണ് അയൺ. അതിനകത്ത് ഇലക്ട്രോണുകൾ പരിശോധിക്കുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6 വരെ നോർമലി ഇലക്ട്രോൺ നിറയുന്നു. ഇത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ വരേണ്ടത് 3d ആണെങ്കിലും 3dയിൽ നിറയുന്നില്ല. പകരം ഇലക്ട്രോൺ വരുന്നത് 4sലേക്കായിരിക്കും. 4s നിറഞ്ഞ ശേഷമേ 3dയിലേക്ക് ഇലക്ട്രോൺ വരുന്നുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡി സബ് ഷെൽ വരുന്ന മൂലകങ്ങളുടെ എന്ത് ചെയ്യാം? ഇലക്ട്രോൺ വിന്യാസം ചോദിക്കാം. ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 4s ഇലക്ട്രോൺ നിറഞ്ഞ ശേഷമേ 3dയിലേക്ക് ഇലക്ട്രോൺ വരുന്നുള്ളൂ. 4sൽ 2 ഇലക്ട്രോൺ വരുന്നു. ഇപ്പോൾ ആകെ 20 ഇലക്ട്രോൺ ആയി. ബാക്കിയുള്ള 6 ഇലക്ട്രോണുകൾ 3dയിലേക്ക് നിറയുന്നു. ഇതായിരിക്കും അയണിന്റെ ഇലക്ട്രോൺ വിന്യാസം കാണാൻ കഴിയുന്ന പ്രത്യേകത. ഇതുപോലെ എന്ത് ചെയ്യുന്നു? ഡി സബ് ഷെൽ വരുന്ന സ്ഥലത്തെല്ലാം ശ്രദ്ധിക്കുക, 4s ഇലക്ട്രോണിന് ശേഷമേ 3dയിലേക്ക് ഇലക്ട്രോൺ വരുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം. 2 മൂലകങ്ങളുടെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. P എന്ന് പറയുന്ന മൂലകം 3s2ലും, Q എന്ന് പറയുന്ന മൂലകം 3p4ലുമാണ് അവസാനിക്കുന്നത്. ഇവിടെ ഇലക്ട്രോൺ വിന്യാസങ്ങൾ പൂർത്തിയാക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക, കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നാണ് ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക, 3s2ലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന് മുൻപോട്ടുള്ള സബ് ഷെല്ലുകൾ എല്ലാം തന്നെ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1s, 2s, 2p, 3s. 3sൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിന് മുൻപേയുള്ള എല്ലാ സബ് ഷെല്ലിലും ഇലക്ട്രോണുകൾ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് 1s2, 2s2, 2p6 ആയിരിക്കും ആരുടെ P എന്ന് പറയുന്ന മൂലകത്തിന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. രണ്ടാമത് വന്നിരിക്കുന്ന Q ആണ്. Qന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുക 3p4ലാണ്. 3p4ൽ അവസാനിക്കുമെങ്കിൽ 3p4 എന്ന സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കണമെങ്കിൽ അതിന് മുൻപ് 3sഉം 2pയും 2sഉം 1sഉം നിറഞ്ഞിരിക്കും. അതായത് 1s2, 2s2, 2p6, 3s2 എന്ന ഇലക്ട്രോണുകൾ നിറഞ്ഞ ശേഷം മാത്രമേ 3p ഇലക്ട്രോൺ വരത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Q എന്ന് പറയുന്ന മൂലകത്തിന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം പ്രകാരമായിരിക്കും കാണാൻ കഴിയുക. അപ്പോൾ ഈ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങൾ നമുക്ക് ഇവിടെ അറ്റോമിക് നമ്പർ, ഈ ഓരോ മൂലകത്തിന്റെയും അറ്റോമിക് നമ്പർ കണ്ടെത്താൻ കഴിയും.
പി എന്ന് പറയുന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ ഇവിടെയുള്ള ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. അതായത് 12 ആയിരിക്കും പിയുടെ അറ്റോമിക് നമ്പർ. ക്യൂവിന്റെ അറ്റോമിക് നമ്പർ ആണെങ്കിൽ 16 ആയിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഈ മൂലകം ഏതാണ് ചോദിച്ചാൽ പി എന്ന് പറയുന്ന മൂലകം, അല്ലെങ്കിൽ പി എന്ന പ്രതീകം ഏത് മൂലകത്തെ സൂചിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഗ്നീഷ്യം ആണെന്ന് പറയാം. ക്യൂ 16 അഥവാ സൾഫർ ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നിന്ന് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിൽ എപ്പോഴും നമ്മൾ ചോദ്യത്തിന് മാത്രം എന്ത് ചെയ്യുക, ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അനാവശ്യമായ കാര്യങ്ങൾ എഴുതി, അധികമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി മാർക്ക് ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു ചോദ്യത്തിന് മാർക്ക് 1 ആയിരിക്കും. ആ മാർക്ക് 1 ആണെങ്കിൽ ഈ ഓരോ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തിനും 1 മാർക്ക് വീതമാണ്. അവിടെ അധികം കാര്യങ്ങൾ എഴുതി നിങ്ങളെ സമയം വേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം എന്ത് ചെയ്യുക, പരമാവധി ഉത്തരം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓരോ മൂലകത്തിന്റെയും ഓക്സീകരണ അവസ്ഥ കണ്ടെത്തുക. പലരും ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന കാര്യമാണ് ഓക്സീകരണ അവസ്ഥ കണ്ടെത്തൽ. എന്നാൽ വളരെ ഈസി ആയിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ ഇതുപോലെ എസിൽ അവസാനിക്കുന്ന മൂലകത്തിന്റെയോ അല്ലെങ്കിൽ പിയിൽ അവസാനിക്കുന്ന മൂലകത്തിന്റെയോ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസവും അതുപോലെ ഓക്സീകരണ അവസ്ഥയും ചോദിക്കാറുള്ളൂ. ചോദിക്കുന്ന സമയം ശ്രദ്ധിക്കുക, എസ് എന്നാണ് അവസാന സബ്ഷൽ വന്നതെങ്കിൽ അവിടെ ഓക്സീകരണാവസ്ഥ കണ്ടെത്താൻ നിങ്ങൾ നോക്കേണ്ട കാര്യം എസിനൊപ്പമുള്ള സംഖ്യ നോക്കുക. എസിലേക്ക് വന്ന ഇലക്ട്രോണിന്റെ എണ്ണം നോക്കുക. അത് ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 2 ആയിരിക്കും. എസിനുള്ളിൽ ഫിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. ഓക്കെ, ഇതിനൊപ്പം എന്ത് ചെയ്യുന്നു, ഒരു പ്ലസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി ഓക്സീകരണ അവസ്ഥയായി കഴിഞ്ഞു. ഇവിടെ തന്നിരിക്കുന്ന മൂലകം പി ആണ്, സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്ന S2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓക്സീകരണ അവസ്ഥ +2 ആയിരിക്കും. ഇനി ഒരു മൂലകം തരുന്നു, അതിന്റെ അവസാന സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം വരെ 3s1 എന്നാണെങ്കിൽ അതിന്റെ ഓക്സീകരണ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം +1 ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് വേറെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല, ധൈര്യമായിട്ട് ഉത്തരം എഴുതാം. ഓക്കെ, രണ്ടാമത്തെ മൂലകം ക്യൂ ആണ്. ക്യൂവിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തുമ്പോൾ നമ്മൾ നോക്കുന്നു ഇവിടെ സബ്ഷൽ ഏതാണെന്ന്. സബ്ഷൽ പി ആണ്. എസ് ആയിരുന്നെങ്കിൽ നമുക്ക് +1 അല്ലെങ്കിൽ +2 ഉത്തരം കിട്ടിയത്. എന്നാൽ ഇവിടെ പി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരത്തിൽ ചെറിയ വ്യത്യാസം വരും. നോക്കുക, പി സബ്ഷൽ എടുക്കുന്ന സമയത്ത് അവിടെ വരാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 6 ആണ്. അതായത് 1 മുതൽ 6 വരെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാം, അവിടെ വരാം. അതായത് P1, P2, P3, P4, P5 or P6 ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഓക്സീകരണ അവസ്ഥ കണ്ടെത്താൻ ശ്രദ്ധിക്കുക. P1 എന്നാണ് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിച്ചതെങ്കിൽ അതിന്റെ ഓക്സീകരണ അവസ്ഥ +3 ആയിരിക്കും. അതായത് നമുക്കിവിടെ +1ഉം +2ഉം എസ് സബ്ഷനുമായി ബന്ധപ്പെട്ട് കിട്ടി. നെക്സ്റ്റ് വരുന്ന നമ്പർ +3 P1 എന്ന് അവസാനിക്കുന്ന മൂലകത്തിൻ്റെതായിരിക്കും. 2 എന്ന് വരുന്നത് ആ P2 എന്ന് അവസാനിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് +4 or -4 വരാം. നെക്സ്റ്റ് 3ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു -4 ഉണ്ട്. അതിൽ നിന്ന് തൊട്ടടുത്തേക്ക് വരിക -3. 4 ആണെങ്കിൽ -2, 5 ആണെങ്കിൽ -1. ശ്രദ്ധിക്കുക, പിയുടെ കാര്യമാണ് പറയുന്നത്. പി സബ്ഷനിൽ 1 മുതൽ 6 വരെ ഇലക്ട്രോണുകൾ വരാം. വരുന്ന സമയത്ത് P1 ആണെങ്കിൽ നമ്മുടെ ഉത്തരം ഓക്സീകരണ അവസ്ഥ +3 ആയിരിക്കും. P2 ആണെങ്കിൽ +4 or -4 ആയിരിക്കും. P3 ആണെങ്കിൽ ഉത്തരം -3 ആയിരിക്കും. P4 ആണെങ്കിൽ -2ഉം P5 ആണെങ്കിൽ ഉത്തരം -1 ആയിരിക്കും. P6 വരികയാണെങ്കിൽ P6 വരുന്നത് അഥവാ ഈ പറയുന്ന പി സബ്ഷനിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അത്തരം മൂലകങ്ങളെ P6 എന്ന് അവസാനിക്കുന്ന മൂലകങ്ങളെ അറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാദങ്ങൾ അഥവാ നോബിൾ ഗ്യാസ് എന്നാണ്. അങ്ങനെ വരികയാണെങ്കിൽ അവരുടെ ഓക്സീകരണ അവസ്ഥ 0 ആയിരിക്കും. അതായത് അവരെന്ത് ചെയ്യാറില്ല, സംയുക്തങ്ങളായി കാണപ്പെടാറില്ല. ഓക്കെ, അല്ലെങ്കിൽ സംയുക്തങ്ങൾ രൂപീകരിക്കാറില്ല. സംയുക്തങ്ങൾ രൂപീകരിക്കുമ്പോൾ ആ ഒരു ആറ്റത്തിന്റെ അവസ്ഥയാണ് ഓക്സീകരണ അവസ്ഥ കൊണ്ട് സൂചിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും, ഒരു സംഖ്യയും അതിനൊപ്പം ഒരു സൈൻ +or- സൈനുമായിരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എസ് സബ്ഷനിൽ എപ്പോഴും കാണിക്കുന്നത് പോസിറ്റീവ് ഓക്സീകരണ അവസ്ഥയായിരിക്കും. പിയിൽ അതെന്താകാം, +ഓ -ഓ അതല്ലെങ്കിൽ 0 ആകാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്, അതായത് ഈ ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്നത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ ഇടുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വേണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് വേണം. എ പാർട്ടിന് എ എന്ന നമ്പർ വേണം, ബി പാർട്ടിന് ബി എന്ന നമ്പർ വേണം. നമ്മൾ ഉത്തരം എഴുതിയാൽ മാത്രം പോരാ, ആ ഉത്തരം ക്ലിയർ ആയിരിക്കണം. ആ ഉത്തരത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കണം. പഠിക്കൽ കൊണ്ടുപോയി കാലം ഉടക്കരുത്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അതായത് ബി ചോദ്യത്തിന്റെ ഉത്തരം ഓക്സീകരണാവസ്ഥ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് പിയുടെ ഓക്സീകരണാവസ്ഥ കിട്ടി എത്രയായിരിക്കും, അത് +2 ആയിരിക്കും. ക്യൂവിന്റെ ഓക്സീകരണാവസ്ഥ കിട്ടി എത്രയായിരിക്കും, 4 എന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഓക്സീകരണാവസ്ഥ -2 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സി ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ചോദ്യം ഇവ തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്ത രാസസൂത്രം, കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദീസ് എലമെന്റ്സ്. ഓക്കെ, ഉണ്ടാകുന്ന ആളുടെ രാസസൂത്രം കെമിക്കൽ ഫോർമുല PQ എന്നാണ്. ഈ പ്രസ്താവന ശരിയാണോ സാധൂകരിക്കുക. അതായത് നമുക്കിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന രണ്ടുപേർ തമ്മിൽ സംയോജിച്ചാൽ ഉണ്ടാകുന്ന സംയുക്തം PQ എന്നായിരിക്കുമെന്ന്. ഓക്കെ, ശരിയാണോ തെറ്റാണോ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതെ അല്ലെങ്കിൽ അല്ല, ശരിയാണ് അല്ലെങ്കിൽ അല്ല എന്ന് എഴുതുന്നതിന് മാർക്കുണ്ട്. തീർച്ചയായും ആ ഒരു ഉത്തരം നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, കാരണം കാണിക്കുക, സാധൂകരിക്കുക, എന്താണ് അതിന്റെ കാരണം ജസ്റ്റിഫൈ ചെയ്യാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ അറിയേണ്ട കാര്യം രാസസൂത്രം എന്നാണ്. സാധാരണ നമ്മൾ സംയുക്തം എഴുതുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, CO2, വാട്ടർ, H2O ഇങ്ങനെയെല്ലാം കാണിക്കാറുണ്ട്. ഓക്കെ, ഈ ചുരുക്കെഴുത്ത് വിളിക്കുന്ന പേരാണ് രാസസൂത്രം.
അപ്പൊ ഇവിടെ ഈ പറയുന്ന ആൾക്കാർ തമ്മിൽ സംയോജിക്കുന്ന സമയത്ത് രണ്ട് ആറ്റങ്ങൾ, അതായത് പ്രതീകം പിയും ക്യൂ ആയതുകൊണ്ട് തന്നെ ഇവയായിരിക്കും അതിന്റെ രാസത്തിൽ കാണപ്പെടുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണോ ഉത്തരം? അതല്ല P2Q അല്ലെങ്കിൽ PQ2 ഇത്തരത്തിൽ മറ്റെന്തെങ്കിലും ഉത്തരമാണോ വരുന്നത് എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട് രാസത്വം കണ്ടെത്താനായിട്ട്. വളരെ എളുപ്പമാണ്, വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുന്നു? ഈ ഓക്സീകരണ അവസ്ഥകൾ അറിയാമെങ്കിൽ ഈ സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരത്തിലേക്ക് പോകാം. അതായത് ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ആളെ ആദ്യം കാണിക്കുക, P ആദ്യം കാണിച്ചു, +2 ആണ്. മൈനസ് ആയിട്ടുള്ള ആളെ, നെഗറ്റീവ് ആയിട്ടുള്ള രണ്ടാമത് കാണിക്കുക, Q രണ്ടാമതാണ് വന്നത്. ഓക്കെ, രണ്ടുപേരുടെയും നമ്പേഴ്സ്, ഇനി നമുക്ക് ഈ സൈനിന്റെ ആവശ്യമില്ല, നമ്പേഴ്സ് അവരുടെ അടുത്ത് കാണിക്കുക, P2 എന്നും Q2 എന്നുമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇവരുടെ ഓരോരുത്തരും നമ്പേഴ്സ് പരസ്പരം മാറ്റിയെടുക്കുക, ഇൻവേഴ്സ് ചെയ്യുക. ക്യൂവിന് അടുത്തുള്ള 2 പിക്ക് അടുത്ത് വരുന്നു, പിക്ക് അടുത്തുള്ള 2 ക്യൂവിന് അടുത്ത് വരുന്നു. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. എന്നാൽ മറ്റൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ പിയുടെ അടുത്ത് 2 എന്നും ക്യൂവിന് അടുത്ത് 1 എന്നും ആണെങ്കിൽ അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ക്യൂവിന് അടുത്തുള്ള 1 എന്ന് പറയുന്ന നമ്പർ പിയുടെ അടുത്ത് വരും, പിയുടെ അടുത്തുള്ള 2 എന്ന നമ്പർ ക്യൂവിന് അടുത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുന്നു? ഇവരുടെ നമ്പേഴ്സ്, അതായത് നമുക്ക് ആ നമ്പേഴ്സ് ലഭിക്കുന്നത് ഓക്സിജൻ അവസ്ഥയിൽ നിന്നാണ്. ആ നമ്പേഴ്സ് പരസ്പരം മാറ്റി എഴുതുന്നു. ഓക്കെ, ഇവയെ രണ്ടും ഒരേ സംഖ്യയോട് ഹരിക്കാൻ കഴിയുമെങ്കിൽ, സിംപ്ലിഫൈ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യാൻ? ചെറുതാക്കുക. രണ്ടുപേരെ നമുക്ക് ഇവിടെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 2നെയും ഇവിടുത്തെ 2നെയും 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ P1 എന്നും Q1 എന്നും ആൻസർ വരും. ഓക്കെ, സാധാരണ 1 നമ്മൾ എന്ത് ചെയ്യാറില്ല, സൂചിപ്പിക്കാറില്ല. ഇവിടെ ഉദാഹരണമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു കാർബൺ ആണ്, അവിടെ C എന്ന് മാത്രം കാണിച്ചാൽ മതി, 1 കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടുത്തെ 1 കൂടി ഒഴിവാക്കിയാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഇവിടുത്തെ രാസസൂത്രമായി ലഭിക്കുന്നത് PQ എന്ന് തന്നെയായിരിക്കും. അതായത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് രാസസൂത്രം PQ എന്നാണ്. ശരിയാണോ എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കിവിടെ ലഭിച്ചു ഇവരുടെ രാസസൂത്രം എന്ത് തന്നെയാണ്? PQ എന്ന് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രസ്താവന ശരിയാണ്. ഓക്കെ, അപ്പോൾ C എന്ന് പറയുന്ന ഉത്തരം എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ C തന്നെ കാണിച്ച് അവിടെ ഉത്തരം ശരിയാണ് അല്ലെങ്കിൽ പ്രസ്താവന ശരിയാണെന്ന് എഴുതിയ ശേഷം എന്ത് ചെയ്യുക? നമ്മുടെ എക്സ്പ്ലനേഷൻ, അതായത് ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയത് എങ്ങനെയാണെന്ന് കൂടി കാണിക്കുക. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, മറ്റു ചോദ്യം നോക്കാം. എക്സ് എന്ന മൂലകത്തിന് 4 ഷെല്ലുകളുണ്ട്. ഇതിന്റെ ത്രീ സബ്ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ഇലമെന്റിന്റെ പൂർണ്ണമായ സബ്ഷെൽ വിന്യാസം, ഗ്രൂപ്പ് നമ്പർ, ബ്ലോക്ക് കണ്ടെത്തുക. ഈ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്കിന്റെ 2 പ്രത്യേകതകൾ എഴുതുക. അതുപോലെ എന്ത് ചെയ്യുക? ഈ ഒരു മൂലകത്തിന് +2 ഓക്സിജനാവസ്ഥ വരുന്ന സമയത്ത് ഏത് സബ്ഷെൽ ഇലക്ട്രോണുകളായിരിക്കും വിട്ടുകൊടുക്കുക? ഇതാണ് ചോദ്യം. ഓക്കെ, 4 മാർക്ക് ലഭിക്കുന്ന ഒരു ചോദ്യമാണ്. 4 ചോദ്യം പൂർണ്ണമായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, കംപ്ലീറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടി തന്നിരിക്കുന്ന സൂചനകൾ 4 ഷെല്ലുകളുള്ള എലമെന്റ് ആണ്. അതിന്റെ 3D സബ്ഷെല്ലിൽ 4 ഇലക്ട്രോണുകളുണ്ട്. ഓക്കെ, കഴിഞ്ഞ ചോദ്യം നമ്മൾ കണ്ടതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് 3D സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് 4 ഷെല്ലുകളുണ്ട്. അതുകൂടി പരിഗണിച്ചു വേണം ഉത്തരം എഴുതാനായിട്ട്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? അതിന് 4ാമത്തെ ഷെല്ലുണ്ടെങ്കിൽ ആ ഷെല്ലിലെ ആദ്യ സബ്ഷെല്ലിൽ S ആയിരിക്കും. ശ്രദ്ധിക്കുക, തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഡി സബ്ഷെൽ ഇലക്ട്രോൺ നിറയാൻ മുൻപ് തന്നെ 4s ഇലക്ട്രോൺ നിറഞ്ഞിരിക്കും. 4s കംപ്ലീറ്റ് ആയതിനു ശേഷമേ 3ലേക്ക് ഇലക്ട്രോൺ വരത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4sലെ പരമാവധി ഇലക്ട്രോൺ, അതായത് 2 ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഡിയിലേക്ക് ഇലക്ട്രോൺ വന്നിരിക്കുന്നത്. ഓക്കെ, പഴയതുപോലെ ബാക്കി എന്ത് ചെയ്യുക? അതിന് മുന്നോട്ടുള്ള ഷെല്ലുകൾ കാണിക്കുക, സബ്ഷെല്ലുകൾ കാണിക്കുക. അത് 1s ആയിരിക്കും, അതിനകത്ത് 2 ഇലക്ട്രോൺ, 2s 2 ആയിരിക്കും, 2p6, 3s2, 3p6. ഓക്കെ, നെക്സ്റ്റ് 3d4 ഉം 4s2 ആണ്. എന്നാൽ ഇവിടെ 3d നിറയാൻ മുൻപേ 4sലാണ് ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുന്നത്. 4s2 കഴിഞ്ഞ് 3d 4 ഇലക്ട്രോണുകൾ വരുന്നു. ഇതായിരിക്കും എക്സ് എന്ന് പറയുന്ന മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഈ കാണുന്ന ഇലക്ട്രോൺ വിന്യാസമായിരിക്കും. ഓക്കെ, പൂർണ്ണമായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡി സബ്ഷെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞുള്ള 4s നിറഞ്ഞിട്ടുണ്ടായിരിക്കും. ഉറപ്പായും ആ കാര്യം ശ്രദ്ധിച്ച് വേണം ഉത്തരം ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ചോദ്യം ഗ്രൂപ്പ് നമ്പർ, ബ്ലോക്ക് ഇവ കണ്ടെത്തുക. അതായത് തന്നിരിക്കുന്ന മൂലകം എക്സ്, ഇതിന്റെ ഗ്രൂപ്പ് നമ്പറും ബ്ലോക്കും കണ്ടെത്താനാണ് ചോദ്യം. സ്ഥിരമായി ചോദിച്ചിരുന്ന ചോദ്യമാണ്. അതായത് ഒരു സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആ മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പർ, ബ്ലോക്ക്, പീരിയഡ് നമ്പർ എന്നിവ കണ്ടെത്താൻ കഴിയും. ഓക്കെ, അപ്പൊ അതിനകത്ത് ബ്ലോക്കിനകത്തേക്ക് നോക്കിയാണെങ്കിൽ ബ്ലോക്ക് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ബ്ലോക്കുകൾ 4 എണ്ണമാണ്. അതായത് പീരിയോഡ് ടേബിളിൽ SP-DF എന്നീ പേരുകൾ തന്നെയാണ് ബ്ലോക്കുകൾ കാണപ്പെടുന്നത്. അതായത് അവസാന ഇലക്ട്രോൺ നിറഞ്ഞ സബ്ഷെൽ ഏതാണോ അതിന്റെ പേരിലായിരിക്കും ആ എലമെന്റ് ബ്ലോക്ക് കാണപ്പെടുക, അറിയപ്പെടുക. ഇവിടെ അവസാന ഇലക്ട്രോൺ കാണുന്നത് 4s2-ലാണെങ്കിലും അവസാന ഇലക്ട്രോൺ നിറഞ്ഞത് 3d-യിലാണ്. മറ്റുള്ള എലമെന്റ്സിൽ നിന്ന് ഡി വരുന്ന സമയത്ത്, ഡി സബ്ഷെൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3d കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, 4sൽ നിറഞ്ഞതിന് ശേഷമാണ് 3d-ലേക്ക് ഇലക്ട്രോൺ. അതായത് അവസാന ഇലക്ട്രോൺ നിറഞ്ഞത് D-യിലാണെങ്കിൽ അതിന്റെ ബ്ലോക്ക് ഏതായിരിക്കും? ഡി ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുന്നു? അവസാന ഇലക്ട്രോൺ നിറയുന്നത് എവിടെയാണോ അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. അതായത് ഇപ്പൊ ഹൈഡ്രജൻ ആണെങ്കിൽ, ഒന്നാമത്തെ എലമെന്റ് ഹൈഡ്രജൻ ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ്. അവസാന ഇലക്ട്രോൺ നിറഞ്ഞത് S-ലാണ്, എസ് ബ്ലോക്കിലെ മൂലകമാണ്. നൈട്രജൻ ആണെങ്കിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ട്. അതായത് 1s2, 2s2,
2p3 എന്നായിരിക്കും അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അവസാന ഇലക്ട്രോൺ വന്നത് പിയിലാണ്, അത് പി ബ്ലോക്കിലായിരിക്കും. ഓക്കെ, ഇവിടെ അവസാന ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഡിയിലായതുകൊണ്ട് തന്നെ എക്സ് എന്ന് പറയുന്ന മൂലകം കാണപ്പെടുന്നത് ഡി ബ്ലോക്കിലായിരിക്കും. ഓക്കെ, ബ്ലോക്ക് കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അവസാന ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് ഏത് എവിടെ എന്ന് നോക്കുക. ആ സബ്സ്റ്റൻസിന്റെ പേര് ബ്ലോക്ക് ആയി തിരഞ്ഞെടുക്കുക. അപ്പൊ ഇവിടുത്തെ ബ്ലോക്ക് എന്ന് പറയുന്ന ഉത്തരം ബ്ലോക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഡി ബ്ലോക്ക് എന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തണം. ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ അറിയേണ്ട കാര്യം എസ് ബ്ലോക്കിലെ ഒരു മൂലകം, അതായത് ഹൈഡ്രജൻ എടുക്കാം. 1s1 എന്നാണ് എന്ത് ചെയ്തത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വന്നത് എസ് ബ്ലോക്കിലെ ആളാണ് എങ്കിൽ വേറെ സംശയമൊന്നും ആവശ്യമില്ല. അവിടുത്തെ ഉത്തരം അതിനകത്തുള്ള ഇലക്ട്രോൺ എണ്ണമായിരിക്കും. അതായത് ഒന്നുകിൽ S1 എന്നോ അല്ലെങ്കിൽ S2 എന്നോ, ഹീലിയം ആകുമ്പോൾ S2 എന്നായിരിക്കും വരിക. അല്ലെങ്കിൽ എസ് ബ്ലോക്കിൽ വരുന്ന മൂലകങ്ങളെല്ലാം S1 എന്നോ S2 എന്നോ ആയിരിക്കും അവസാനിക്കുക. എങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 അല്ലെങ്കിൽ 2 തന്നെയായിരിക്കും. ഇവിടെ പി വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പിയിലെ ഇലക്ട്രോൺ എടുക്കുക, അത് 3 ആണ്. ഉത്തരം അതല്ല, കൺഫ്യൂഷൻ വരരുത്. ആ 3നൊപ്പം ഒരു 12 കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ ലഭിക്കും. ഓക്കെ, പി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവസാന സബ്ഷനിൽ പി, അതിനകത്തുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 3. ആ 3 മാത്രം എടുത്താൽ പോരാ, അതിനൊപ്പം ഒരു 12 കൂടി കൂട്ടുമ്പോൾ 12 + 3 15 ആയിരിക്കും നൈട്രജന്റെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, എസ് ആണെങ്കിൽ അതിനൊപ്പമുള്ള സംഖ്യ 1 അല്ലെങ്കിൽ 2 എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ആയിട്ട് എടുക്കുക. ഇനി അതല്ല പിയിലാണ് അവസാന ഇലക്ട്രോൺ വന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പിയിലുള്ള ഇലക്ട്രോണോടൊപ്പം 12 കൂട്ടുക. ഇനി ഡിയിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഡിയും എസും ഈ അവസാനമുള്ള 2 സബ്ഷനിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുമ്പോഴായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുക. അതായത് ഇവിടെ 6 ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താം. ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞു. ബ്ലോക്ക് വരുന്നത് അവസാന ഇലക്ട്രോൺ വരുന്നത് എവിടെയാണോ അതായിരിക്കും ബ്ലോക്ക്. ഇവിടെയും നോക്കുക 4s ആണ് അവസാനിച്ചിരിക്കുന്നത്. 2 ഉത്തരമെന്ന് കരുതരുത്, 2 എഴുതരുത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അവന്റെ അവസാന ഇലക്ട്രോൺ വന്നിരിക്കുന്നത് ഡിയിലായതുകൊണ്ട് ഇത് ഡി ബ്ലോക്കിലാണ്. ഓക്കെ, അപ്പൊ ഡി കൂടി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഡിയിലെയും എസിലെയും എണ്ണം കൂടി കൂട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ. ഓക്കെ, ശരി. 3ാം ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ് ഉൾപ്പെടുന്ന ബ്ലോക്കിലെ മൂലകങ്ങളുടെ 2 സവിശേഷത എഴുതുക. ഓക്കെ, 2 ക്യാരക്ടേഴ്സ് ഓഫ് ദ എലമെന്റ്. ഈ എക്സ് എന്ന് പറയുന്ന മൂലകം നമ്മൾ ഡി ബ്ലോക്കിലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഡി ബ്ലോക്കിൽ വരുന്ന ഈ മൂലകം, ഡി ബ്ലോക്കിൽ വരുന്ന മൂലകം അതിന് കുറച്ച് പ്രത്യേകത കാണപ്പെടുന്നുണ്ട്. അതുപോലെ എസ് ബ്ലോക്കിലെ മൂലകം കുറച്ച് പ്രത്യേകതകളുണ്ട്, പി ബ്ലോക്കിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, എഫ് ബ്ലോക്കിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 4 ബ്ലോക്കുകളുടെയും പ്രത്യേകത കൃത്യമായി പഠിക്കുക. ഏത് വേണോ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ഡി ബ്ലോക്കിലുള്ള മൂലകം ആയതുകൊണ്ട് നമുക്ക് ഡിയുടെ പ്രത്യേകതകൾ എഴുതേണ്ടി വരും. ഒരു പക്ഷേ തന്നിരുന്ന ഇലക്ട്രോൺ വിന്യാസം നൽകുന്നത് എസ് ബ്ലോക്കിലെയോ പി ബ്ലോക്കിലെയോ മൂലകമാകും. അവിടെ നമുക്ക് എസിന്റെയും പിന്റെയും എന്ത് ചെയ്യണം, സവിശേഷത അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഡിയുടെ ഉത്തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 2 സവിശേഷത, നിരവധി സവിശേഷതകളുണ്ട്. അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ഇവർ കാണപ്പെടുന്ന 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ്. ഇവർ നിറമുള്ള സംയുക്തം ഉത്പാദിപ്പിക്കാറുണ്ട്. വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നിരവധി പ്രത്യേകത കാണിക്കുന്ന എന്താണ് ബ്ലോക്കാണ് ഡി ബ്ലോക്ക്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും 2 ഉത്തരങ്ങൾ, 2 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരമായിട്ട് എഴുതാം. 2 അല്ലെങ്കിൽ 3 വരെ നമുക്ക് എഴുതാം. അധികം എഴുതി സമയങ്ങളേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അത്തരത്തില് പ്രത്യേകതകൾ എഴുതി നമുക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യം അവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ മൂലകം +2 ഓക്സിജനാവസ്ഥ പ്രകടിപ്പിക്കുമ്പോൾ ഏത് സബ്ഷനിലെ ഇലക്ട്രോണുകളായിരിക്കും വിട്ടുകൊടുക്കുക? ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കുക. ഈ മൂലകം +2 ഓക്സിജനാവസ്ഥ സ്വീകരിക്കുന്നത്, അതായത് ഇതൊരു സംയുക്തം നിർമ്മിക്കുന്ന നേരത്ത്, സംയുക്തത്തിലേക്ക് പോകുന്ന സമയത്ത്, ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ മൂലകത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയത് എത്ര ഇലക്ട്രോണുകൾ? 2 ഇലക്ട്രോണുകൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, +2 ഓക്സിജനാവസ്ഥ ഒരു മൂലകത്തിന് ലഭിക്കണമെങ്കിൽ ആ മൂലകത്തിനുള്ള 2 ഇലക്ട്രോണുകൾ പുറത്തു പോയിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ പറയുന്ന മൂലകം എന്ത് ചെയ്യുന്നു, X+2 എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഈ ടൈമില് ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺ പുറത്തു പോകും. ആ പുറത്തു പോകുന്നത് ഏത് സബ്ഷനിൽ നിന്നാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ഒരു സബ്ഷനിൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നമുക്കറിയാം ഡിയിൽ അവസാന ഇലക്ട്രോൺ എന്ന് പറഞ്ഞു. അതായത് അതിന് മുൻപ് തന്നെ എസ് കംപ്ലീറ്റ് ചെയ്തു. എസിൽ നിറഞ്ഞ ശേഷം ഡിയിലേക്ക് ഇലക്ട്രോൺ വന്നു. ഇവിടെ സംഭവിക്കുന്ന കാര്യം 2 ഇലക്ട്രോണിനെ ഈ മൂലകം വിട്ടുകൊടുക്കാൻ പോകുന്നു. അവസാനം നിറഞ്ഞത് ഡിയിലാണ്. പക്ഷേ ആദ്യം ഇലക്ട്രോണുകൾ പുറത്തു പോവുക. അതായത് ഒരു മൂലകം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏറ്റവും പുറത്തു നിന്നായിരിക്കും എന്ത് ചെയ്യുക, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എസിൽ നിന്നായിരിക്കും ഇലക്ട്രോൺ പുറത്തു പോവുക. കൺഫ്യൂഷൻ വരരുത്. അവസാനം നിറഞ്ഞ ഡിയിലാണെങ്കിലും വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അത് ഏത് മൂലകമായാലും, എസ് ബ്ലോക്കിലായാലും പി ബ്ലോക്കിലായാലും ഡി ബ്ലോക്കിലായാലും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നെങ്കിൽ അത് ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ നിന്നായിരിക്കും. ഇവിടെ X1 അതായത് 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നെങ്കിൽ എസിൽ നിന്നായിരിക്കും. 2 ഇലക്ട്രോൺ ആണെങ്കിലും എസിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ പുറത്തു പോവുക, ആദ്യം പുറത്തു പോവുക എസ് സബ്ഷനിൽ നിന്നാണ്. ഒരു പക്ഷേ ഇവിടെ ചോദ്യം X+3 എന്ന ഓക്സിജനാവസ്ഥ കാണിക്കുന്നു. ചോദ്യം ശ്രദ്ധിക്കുക, +3 എന്ന ഓക്സിജനാവസ്ഥ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്ന് വന്നാൽ നമ്മൾ മനസ്സിലാക്കണം 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തണം. അതിനകത്ത് 2 ഇലക്ട്രോൺ പോയിരിക്കുന്നത് എസിൽ നിന്നാണ്. ഇനി ഇലക്ട്രോണുകൾ എസിൽ ബാക്കിയില്ലാത്തതുകൊണ്ട് അത് ഇവിടെ നിന്ന് പോകും, ഡിയിൽ നിന്ന് പോകും. ഓക്കെ, അങ്ങനെ സാധ്യത മാത്രമായിരിക്കും ഡിയിൽ നിന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ആർക്ക് കഴിയുക,
ഡി ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മൂലകത്തിന് കഴിയുക 1 or 2 ഇലക്ട്രോണിന്റെ കാര്യമാണെങ്കിൽ അത് ഉറപ്പായും ഏറ്റവും പുറമേയുള്ള സബ്ഷെൽ അഥവാ ഫോറസിൽ നിന്നായിരിക്കും ആ ഇലക്ട്രോണുകൾ പുറത്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കേണ്ട സാഹചര്യത്തിൽ എസ് സബ്ഷെലിൽ നിന്നായിരിക്കും ഈ മൂലകം എന്ത് ചെയ്യുക? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചുകൊള്ളുക. ചോദ്യത്തിൽ പറഞ്ഞിരുന്നത് പൂർണ്ണമായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും കണ്ട കാര്യം തന്നെയാണ്. എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ട് അതിന്റെ സൂചനയാണ് 3Dയിൽ 4 ഇലക്ട്രോൺ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവസാനം നിറഞ്ഞ 3Dയിൽ 4 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയുക. അതായത് ഇതിന് മുന്നോട്ട് നിറയുന്ന ഏതൊക്കെ സബ്ഷെല്ലാണെന്ന് പറഞ്ഞാൽ ഉത്തരം ഈസിയാണ്. ഓക്കെ, അപ്പോൾ 3Dയിൽ നിറയാൻ മുമ്പേ ഫോറസ് നിറയാൻ നമുക്കറിയാം. അതുപോലെ അതിന് മുന്നോട്ടുള്ള എല്ലാ ഷെല്ലുകളും സബ്ഷെല്ലുകളും നിറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് 1s2 2s2 2p6 3s2 3p6 3d4 4s2 എന്ന ഇലക്ട്രോൺ വിന്യാസം ലഭിച്ചു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഇയാളുടെ ബ്ലോക്കും ഗ്രൂപ്പും കണ്ടെത്തുക എന്നുള്ളതാണ്. ബ്ലോക്ക് കണ്ടെത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യം അവസാന ഇലക്ട്രോൺ എവിടെയാണ് വന്നതെന്ന് നോക്കുക. ഓക്കെ, അവസാന ഇലക്ട്രോൺ വന്നിരിക്കുന്നത് ഡി സബ്ഷെല്ലായതുകൊണ്ട് ബ്ലോക്ക് ഡി ആയി. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താനായിട്ട് ഡി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ ഡിയിലെ ഇലക്ട്രോൺ എണ്ണോ എസ് ഇലക്ട്രോൺ കൂട്ടുക. അങ്ങനെ നമുക്ക് എത്രയെന്ന് കിട്ടും? 4+2 6 ഗ്രൂപ്പ് നമ്പർ എന്ന് ലഭിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരാളുടെ 2 സവിശേഷത, അതായത് ഈ മൂലകം വരുന്ന ബ്ലോക്ക് ഡി ബ്ലോക്കിന് 2 പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും 2 സവിശേഷത കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും? ആ ഒരു മാർക്ക് ലഭിക്കും. അതുപോലെ എന്ത് ചെയ്യുന്നു? +2 ഓക്സിജനാവസ്ഥ കാണിക്കണമെങ്കിൽ എക്സ് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കണം. അതായത് സബ്ഷെൽ എന്നായിരിക്കുന്ന ചോദ്യം. എപ്പോഴും ഏറ്റവും പുറമേയുള്ള സബ്ഷെൽ നോക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യുക? ഇലക്ട്രോൺ നീക്കം ചെയ്യുക. 1 ആണെങ്കിൽ എസിൽ നിന്ന് പോകുന്നു, 2 ആണെങ്കിൽ എസിൽ നിന്ന് പോകുന്നു. ഓക്കെ, നമുക്ക് ഉത്തരം എസ് എന്ന് ലഭിച്ചു. ഒരു പക്ഷേ 3 എന്ന് ചോദിച്ചിരുന്നെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? എസിൽ നിന്നും ഡിയിൽ നിന്ന് 2 ഇലക്ട്രോൺ എസിൽ നിന്നും 1 ഇലക്ട്രോൺ ഡിയിൽ നിന്നും വിട്ടുകൊടുക്കുമെന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, ഈ 2 ചോദ്യങ്ങളിലൂടെ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. മുൻ വർഷങ്ങൾ ചോദിച്ചു വന്ന കുറച്ചധികം ചോദ്യങ്ങൾ ഒന്ന് ചേർക്കാൻ 2 ചോദ്യങ്ങളായി നിങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചത്. നെക്സ്റ്റ് പറയുന്നത്, അടുത്ത് നമുക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അതായത് മുൻ വർഷങ്ങളിൽ പലതവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഈ 2 മൂലകങ്ങൾ വരുന്നത് ഡി ബ്ലോക്കിലാണ്. ഓക്കെ, കോപ്പർ ആയാലും ക്രോമിയം ആയാലും ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഇവരുടെ അവസാന ഇലക്ട്രോൺ നിറയുന്നത് 3Dയിലായിരിക്കും. ഓക്കെ, അതിനകത്ത് ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 കോപ്പർ 29 ഇവരുടെ ഇലക്ട്രോൺ വിന്യാസം പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം മറ്റു മൂലകങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയാത്തൊരു പ്രത്യേകത ഇവരുടെ ഇലക്ട്രോൺ വിന്യാസത്തിൽ കാണാൻ കഴിയും. ഓക്കെ, അതായത് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതി വരുന്ന സമയത്ത് 3D 4s 2 സബ്ഷെല്ലുകളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാനം കാണാൻ കഴിയുക. അതിനകത്ത് 4s നിറഞ്ഞതിന് ശേഷം മാത്രമേ ഡി സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോൺ വരുന്നുള്ളൂ. ഓക്കെ, അതായത് 4s2 3d4 എന്നും 4s2 3d9 എന്നുമാണ് ഇവരുടെ ഇലക്ട്രോൺ വിന്യാസങ്ങൾ അവസാനിക്കുക. ഓക്കെ, അങ്ങനത്തെ 18 ഇലക്ട്രോണുകൾ ഇവിടെ നമ്മൾ ആർഗൺ എന്ന രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. ബാക്കി 3d4 4s2 എന്ന് അവസാനിക്കുന്നു, 3d9 4s2 എന്ന് അവസാനിക്കുന്നു. ഇങ്ങനെയായിരിക്കും നമ്മൾ ഇതുവരെ ചെയ്തത് വെച്ച് നമുക്ക് കിട്ടേണ്ട ഉത്തരം. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അതായത് ഇവരുടെ ഇലക്ട്രോൺ വിന്യാസത്തില് 4s 1 ഇലക്ട്രോണും ബാക്കി ഉണ്ടായ 1 ഇലക്ട്രോൺ 3Dയിലുമാണ് കാണാൻ കഴിയുക. അതായത് 3d5 4s1 എന്നും 4s1 അതുപോലെ ഇവിടെ 3d10 എന്നുമാണ് കാണാൻ കഴിയുക. ഓക്കെ, അതായത് 3d5ൽ 5 ഇലക്ട്രോൺ വന്നു 4s നിറയുന്നതിന് മുൻപ്. അതുപോലെ 3d10 ഡിയിൽ 10 ഇലക്ട്രോൺ വന്നു 4s നിറയുന്നതിന് മുൻപ്. ഇതിന് കാരണം ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 10 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പൂർണ്ണമായി നിറയ്ക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10ന്റെ പകുതിയാണ് 5, അങ്ങനെ ഭാഗികമായി നിറയ്ക്കാൻ കഴിഞ്ഞാൽ, ഹാഫ് ഫിൽഡോ ഫുൾ ഫിൽഡോ അഥവാ ഭാഗികമായി പൂർണ്ണം ചെയ്യാനോ പൂർണ്ണമായി പൂർണ്ണം ചെയ്യാനോ കഴിഞ്ഞാൽ അതിനായിരിക്കും സ്ഥിരത കൂടുതൽ. ഓക്കെ, ഒരു ആറ്റം എപ്പോഴും ഏറ്റവും സ്ഥിരതയാർന്ന രൂപത്തിലായിരിക്കും കാണപ്പെടുക. അതുകൊണ്ടാണ് ഇവിടെ 4s നിറയുന്നതിന് മുൻപായിട്ട് ഈ 2 മൂലകങ്ങളുടെയും ഡി സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ വന്നത്. ഓരോ ഇലക്ട്രോൺ വീതം 4s വരികയും ബാക്കി ഇലക്ട്രോണുകളെ ഡി സബ്ഷെല്ലിലുമാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, മറ്റു മൂലകങ്ങളിലൊന്നും നമുക്ക് പ്രത്യേകം കാണാൻ കഴിയത്തില്ല. ബാക്കിയുള്ള എല്ലാ ഡി ബ്ലോക്കിലെ മൂലകങ്ങൾ എടുത്താലും അവസാന ഇലക്ട്രോൺ വിന്യാസം 4s2 എന്നായിരിക്കും. ബാക്കിയുള്ള ഇലക്ട്രോൺ മാത്രമേ ഡിയിലേക്ക് വരുന്നത്. ഇവിടെ അതിന് വിപരീതമായി 4s1 എന്നും 3d5 അതായത് 4s നിറയുന്നതിന് മുൻപ് ഡി ഇലക്ട്രോൺ വന്നു. ഇവിടെ 4s1 4s നിറയുന്നതിന് മുൻപ് ഇവിടെ 3D 10 ഇലക്ട്രോൺ നിറഞ്ഞതായിട്ട് കാണാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് കാണപ്പെട്ട ചോദ്യമാണ്. കോപ്പറിന്റെ ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നല്ലെങ്കിൽ 24 അറ്റോമിക നമ്പറായ അല്ലെങ്കിൽ 29 അറ്റോമിക നമ്പറായ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്ന് ചോദ്യം വരാം. ചോദ്യം വന്നിട്ടുണ്ട്, ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടുതൽ കെയർ കൊടുത്ത് ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കുക. കാരണം ചോദിച്ചാൽ എഴുതേണ്ടത് ഈ ഒരു കാര്യം, അതായത് ഡി സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോൺ എണ്ണം 10 ആണ്. ആ 10 എണ്ണം നിറയ്ക്കാനോ അല്ലെങ്കിൽ ഭാഗികമായി അഥവാ 5 എണ്ണം പകുതി നിറയ്ക്കാനോ കഴിഞ്ഞാൽ, ഹാഫ് ഫിൽഡോ ഫുൾ ഫിൽഡോ ആയ ഇലക്ട്രോണിനെ നിറയ്ക്കാൻ കഴിഞ്ഞാൽ ഡി സബ്ഷെല്ലിന് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും, കൂടുതൽ സ്ഥിരത ലഭിക്കും. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. ഇതിൽ മാത്രം ഒതുങ്ങരുത്.
പരമാവധി കാര്യങ്ങൾ പുസ്തകത്തിനകത്തുള്ളതായാലും നോട്ടിലുള്ളതായാലും പഴയ ക്വസ്റ്റ്യൻസ് ആയാലും മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെടാം. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.